നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നെഹ്റു കുടുംബത്തെക്കുറിച്ച് നമുക്കറിയാം. ഗാന്ധി വാലിലുള്ള നെഹ്റു കുടുംബം. ഈ നെഹ്റു കുടുംബം പേരിന്റെ വാലിൽ ഗാന്ധിയാണ്. ഈ നെഹ്റു കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെ വർഷങ്ങളായി മകനും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും ഇങ്ങനെ എല്ലാവരും ഈ അധികാരം ആസ്വദിച്ചിങ്ങനെ കഴിയുകയാണ്. കോൺഗ്രസ് തകർന്നടിയുന്നതിന് തന്നെ കാരണം ഇത് തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും ഇറ്റലിയിൽ വന്ന സോണിയയ്ക്ക് വരെ പേരിന്റെ വാല് ഗാന്ധി എന്നാണ്. ഏതായാലും സോണിയയുടെ മകനും ഒക്കെ ആയിരുന്നു അടുത്ത കാലം വരെ കോൺഗ്രസിനെ ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇനിയിപ്പോ മരുമകൻ ഭരിക്കാൻ വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും മരുമകൻ കഴിഞ്ഞ കുറെ നാളുകളായി വാർത്തകളുണ്ട്. എണ്ണമറ്റ അഴിമതികളിലൂടെ, നിരവധി അഴിമതികളിലൂടെ കുപ്രസിദ്ധനായ ഒരാളാണ് റോബർട്ട് വാദ്ര. ഈ റോബർട്ട് വാദ്ര ഇനി അമേഠിയിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അളിയൻ പേടിച്ചോടിയ സീറ്റിനായി റോബർട്ട് വാദ്ര കളത്തിലിറങ്ങുന്നു എന്ന് ചില സൂചനകൾ വരുന്നു. അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ റോബർട്ട് വാദ്ര മത്സരിച്ചേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. തീരുമാനം ഉടനുണ്ടാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അമേഠിയിൽ റോബർട്ട് വാദ്ര മത്സരിച്ചേക്കുമെന്ന സൂചനകൾ വരുന്നത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക വാദ്രയുടെ ഭർത്താവും വ്യവസായിയുമാണ് റോബർട്ട് വാദ്ര. സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ മത്സരിക്കാൻ റോബർട്ട് വാദ്ര ഇപ്പോൾ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. അമേഠിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠി വീർപ്പ് മുട്ടുകയാണെന്നുമൊക്കെയാണ് ഈ റോബർട്ട് വാദ്ര പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠിക്കായിരിക്കുമെന്നും സിറ്റിംഗ് എം പിയെ ജനം മടുത്തുവെന്നും റോബർട്ട് വാദ്ര വ്യക്തമാക്കുന്നു. അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് റോബർട്ട് വാദ്രയുടെ പ്രതികരണം. പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെയാണ് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നത്. 2004, 2009, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ വിജയിച്ചെങ്കിലും 2019 മണ്ഡലം നഷ്ടപ്പെട്ടു. വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും അമേഠിയിലെ പരാജയം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. സിറ്റിംഗ് എം പിയായ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ അമേഠിക്ക് പുറമെ റായ്ബറേലിയും ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട്. 2019 രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്നും വയനാട്ടിൽ നിന്നും മത്സരിച്ചേക്കുമെന്നും പ്രിയങ്ക വാദ്ര റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ റോബർട്ട് വാദ്ര മത്സരിക്കാൻ വരുന്നത്. ഏതായാലും റോബർട്ട് വാദ്ര ആയാലും ഇനി ആര് മത്സരിച്ചാലും അമേഠി തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നിവർക്കെല്ലാം അറിയാം. റോബർട്ട് വാദ്ര ആദ്യമായതുകൊണ്ട് തോറ്റാൽ റോബർട്ട് വാദ്ര തോറ്റു, വലിയ രാഷ്ട്രീയത്തിൽ പരിചയമില്ല ആളാണെന്ന് വരുത്തി തീർക്കാം. ഏതായാലും കോൺഗ്രസിന് ഇപ്പോൾ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ ആളില്ല. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ്സുകാർ കടന്ന് ഇടിക്കുകയാണ്. നമ്മുടെ ഷമാ മുഹമ്മദും ദീപ്തിയും ഒക്കെ സീറ്റ് കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. സത്യത്തിൽ കേരളത്തിൽ സീറ്റ് കിട്ടാത്തവരെയൊക്കെ കൊണ്ടുപോയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലുമൊക്കെ മത്സരിപ്പിക്കാം. കാരണം അരുണാചൽ പ്രദേശിലും ഇങ്ങനെ മത്സരിക്കാൻ ആളില്ലാത്തതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അരുണാചൽ പ്രദേശിൽ മത്സരിക്കാൻ ആളില്ലാത്തതിനെ തുടർന്ന് ഏതാണ്ട് 10ഓളം സീറ്റുകളിൽ BJPയുടെ സ്ഥാനാർത്ഥി മാത്രമായി ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ സീറ്റ് മോഹികളായ നിരവധി പേർ അലഞ്ഞു നടക്കുന്നുണ്ട്. അവരെ ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ മത്സരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അമേഠി ഒന്ന് റോബർട്ട് വാദ്രയ്ക്ക് കൊടുത്തു നോക്കണം. അമേഠിയിൽ റോബർട്ട് വാദ്ര ആയാലും ഇനി ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു വന്ന് മത്സരിച്ചിരുന്നെങ്കിൽ പോലും, നമുക്കറിയാം മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മത്സരിച്ചാൽ പോലും ആ മണ്ഡലം ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു റബ്ബർ സ്റ്റാമ്പിനെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതാവും. അതായിരിക്കും റോബർട്ട് വാദ്ര ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഏതായാലും റോബർട്ട് വാദ്ര വന്നാൽ സ്മൃതി ഇറാനിയുടെ ഭൂരിപക്ഷം ഇരട്ടിക്കിരട്ടി കൂടുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ റോബർട്ട് വാദ്ര പറയുന്ന ഈ പ്രചരണങ്ങളൊന്നും, റോബർട്ട് വാദ്രയുടെ വാക്കുകളൊന്നും സത്യമാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.